ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ ടോക്കിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വിരുന്നുകാരെ കാണിച്ചിട്ടാ. അതായത് ആവണി അനിയൊക്കെ ഡ്രാഫ്റ്റിന് പോയിട്ടുണ്ട്. പക്ഷെ അത് ആവണീൻ്റെ അനിയനാട്ടോ, അതായത് അവളെ അച്ഛൻ്റെ അനിയൻ്റെ മകൻ കേട്ടോ. അപ്പോൾ അവർ അമ്മമ്മേനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കാറിലാണേ വന്നത്. അപ്പോൾ അതെല്ലാം അങ്ങനെ അവരിങ്ങനെ കോലായിൽ ഇരിക്കുക, മൊബൈലിൽ നോക്കുമ്പോൾ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. ഉച്ച സമയത്താണേ വന്നേ, ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത്. അപ്പം അളയമ്മ അമ്മമ്മയ്ക്ക് ചോറൊക്കെ വാരി കൊടുക്കുമായിരുന്നു. ആ സമയത്താണ് അവരും കയറി വന്നത്. അങ്ങനെ അവർ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം ഇത് ആരിഷ് കേട്ടോ, ആരിഷ് എന്നാണ് അവൻ്റെ പേര്. അവന് ആരൂട്ടൻ, മൂത്തവൻ്റെ പേര് ആരൂട്ടൻ എന്നാണ്. അപ്പോൾ അവണീൻ്റെ ഇളയ അനിയനാത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവരെ ഫുഡ് കഴിക്കാൻ വിളിച്ചു. അപ്പോൾ അടുക്കളയിലെത്തി. ബിരിയാണി ആയിരുന്നു ഇന്ന് വെച്ചത്. ബിരിയാണി ഉണ്ടായിരുന്നു, പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി ഇങ്ങനെ ഇല വെച്ചിട്ടുണ്ട്, അതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം പ്ലേറ്റിലേക്ക് ഓരോന്നായിട്ട് ഞാനിങ്ങനെ വിളമ്പി കൊടുത്തു. പിന്നെ പായസം അവർ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റാണ് കുടിച്ചത്. അപ്പോൾ ഇതൊരു അടേൻ്റെ ബ്രൗൺ കളറിലുള്ള അടയായിരുന്നു. അപ്പോൾ ആ ഒരു കളറ് വന്ന അടപ്പായസം തന്നെ. അങ്ങനെ പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് അവിടെ അടച്ച് വെച്ചു, അവർക്ക് വേണ്ട ഇപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ ബിരിയാണി ഇങ്ങനെ പ്ലേറ്റിൽ ഓരോന്നോരോന്നായിട്ട് തന്നെ വിളമ്പി എല്ലാവർക്കും കൊടുത്തു. ഒരുമിച്ച് അവർ വന്നവരും ഉണ്ണിയേട്ടനും കൂടെ ഒരുമിച്ച് ഭക്ഷണം എല്ലാം കഴിച്ചു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്താണ് അവർ എടുക്കുമ്പോൾ. അതാണ് നമ്മളെ ഇളയമ്മയുടെ രണ്ടാമത്തെ മകനും മകൻ്റെ ഭാര്യയാണ് അത് കേട്ടോ. മകനാണത്, രണ്ടാമത്തെ മകൻ. നിതിൻ എന്നാണ് പേര്. വൈഫിൻ്റെ പേര് ജുമിത. അവളാണ് തൊട്ടടുത്തിരിക്കുന്നത്. അവരെ രണ്ട് മക്കളാണ് നേരത്തെ കാണിച്ചത്. അപ്പം അത് മൂത്ത മകനും മറ്റേ ഇളയ മകനുമാണ്. പിന്നെ അവർ ജുമിതേൻ്റെ അമ്മയെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു, അമ്മമ്മേനെ കാണാൻ. കുറേ ആയി അവരിങ്ങോട്ട് വരാത്ത. ഞങ്ങളുടെ കല്യാണ സമയത്തായിട്ടാണെന്ന് തോന്നുന്നു വന്നതേ. അപ്പം പിന്നെ വന്നിട്ടില്ല. അപ്പോൾ അവരും കൂടെ വന്നു അവർ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ബിരിയാണി കഴിക്കാനിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു. കോഴിമുട്ട കൂടെ ഉണ്ടായിരുന്നു ബിരിയാണീൻ്റെ. ഞാനും അമ്മയും ഇളയമ്മയും കൂടിയാണ് കഴിച്ചത്. ഞാൻ ഒരു കാല് തന്നെയാണ് എടുത്ത് കഴിച്ചത്. നല്ല ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ വിശക്കുന്നില്ല. ഏകദേശം ഒരു 3 മണിയൊക്കെ ആയി നമ്മൾ കഴിക്കുമ്പോൾ. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് വർത്താനെല്ലാം പറഞ്ഞ് ഞങ്ങൾ ഇവർക്ക് വത്തക്ക മുറിച്ച് കൊടുത്തേ. വത്തക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ജ്യൂസായിട്ട് വേണ്ടാന്ന് പറഞ്ഞാൽ ജസ്റ്റ് നല്ല ചൂടല്ലേ, അതുകൊണ്ട് വത്തക്ക കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വത്തക്കയെല്ലാം മുറിച്ചെടുത്തപ്പോൾ ഓരോ കഥകൾ വന്ന് അമ്മമ്മേനെ ഇങ്ങനെ ഇരിക്കുകയാണേ. അമ്മമ്മ ആ സമയത്തൊക്കെ നല്ല ഉറക്കം തന്നെ. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം അവർ പിന്നെ കോലായിലൊക്കെ വന്നിരുന്ന് കുറേ സംസാരിച്ചു. കുറേ കാലമായാലും ഇങ്ങോട്ടൊന്നും വരാത്ത. അപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വീടിന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുകയായിരുന്നേ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അമ്മമ്മ നല്ല ഉറക്കമാണേ. പിന്നെ TV തുറന്ന് വെച്ചിട്ട്, പക്ഷേ ഞാൻ അവനെ കാണാൻ ജസ്റ്റ് നോക്കുമ്പോൾ അവനെ കിടന്ന് ഉറങ്ങുക. ഇത് ഉണ്ണിയേട്ടനും ഇളയ മോൻ ആരിഷും കൂടെ ഉറങ്ങുവാണേ അടുത്ത റൂമിൽ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ പോയി എല്ലാം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി വെച്ച് നീറ്റാക്കി വെച്ചു, തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നല്ല സമാധാനമല്ല. എല്ലാം ഇടയ്ക്ക് ചെല്ലുമ്പോൾ അങ്ങനെ പായസമെല്ലാം ഇതൊക്കെ എടുത്ത് മുകളിൽ വെച്ച് സെറ്റാക്കി അവിടെ മാറ്റി വെച്ചു, വേണ്ടപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അവർ ചാക്കിൽ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഞാൻ നോക്കിയില്ല. പിന്നെ ഞാൻ അവർക്ക് ചിക്കൻ പൊരിച്ചതും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഓരോ പാത്രത്തിലേക്ക് മാറ്റി അച്ചാറൊക്കെ എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ഒന്നുകൂടെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു പോയിട്ട് പിന്നെ ഞാൻ അമ്മമ്മേൻ്റെ അടുത്ത് പോയി കുറേ സംസാരിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പുറത്ത് ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ പുറത്ത് പോയിട്ട് അവരിരുന്ന് അങ്ങനെ വീണ്ടും അവരകത്തേക്ക് വന്ന് അമ്മയോട് സംസാരിക്കാൻ പോകാനുള്ള സമയമായി, പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഏട്ടൻ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനും വന്നു. മോന് കളിക്കാൻ ആവണി അമൃതയും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമായിരുന്നു. കളിക്കാനൊന്നും ആരെയും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒറ്റയ്ക്ക് കളിക്കുവാണേ. അങ്ങനെ പോകാൻ അവർ ഇറങ്ങി നിൽക്കുക, അമ്മ ഇറങ്ങി. അപ്പം ജുമിതയും കൂടെ ജുമിതയ്ക്ക് ഭയങ്കര നാണ ഫോട്ടോയിൽ വരാൻ എടുക്കണ്ടെന്നൊക്കെ പറയുകയാണേ. അങ്ങനെ അവർ മുറ്റത്തോട്ട് ഇറങ്ങി. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ മാവിൻ്റെ മുകളിൽ നിന്നൊരു മാങ്ങ വീണ് അത് ജസ്റ്റ് അവർക്ക് കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചപ്പോൾ നോക്കുമ്പോൾ ഉള്ളിൽ നിന്ന് അവർ സെൽഫിയൊക്കെ എടുക്കുന്ന ഫോട്ടോ അമ്മമ്മേനെ വെച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ജുമിത അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഫോട്ടോ എല്ലാം നോക്കി ഞാനും എടുത്തു. അതെല്ലാം കഴിഞ്ഞ് അവർ ബാഗെല്ലാം എടുത്ത് പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഏട്ടൻ ജസ്റ്റ് താഴെ ചേച്ചിയുടെ വീടുണ്ടല്ലോ, അപ്പോൾ അവിടെ ഒന്ന് പോട്ടെ ചെന്ന് നോക്കട്ടെ എന്ന് അങ്ങോട്ട് പോയതാണേ.
ഇവർ കോഴിക്കോട് നിന്നാട്ടോ വരുന്നത്. അപ്പോൾ ഇനി കോഴിക്കോട് എത്തണം. ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ടായിരുന്നു. 2-2:30 അവരെത്തുമ്പം തന്നെ അത് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് നിൽക്കും. അപ്പോൾ ഇളയമ ഭയങ്കര സങ്കടത്തിലിരിക്കുവാണ്, കൊച്ചുമക്കളെല്ലാം പോകുന്ന സങ്കടത്തിൽ. അപ്പോൾ ആരിഷിനോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ സങ്കടമൊന്നുമില്ല. അപ്പോൾ ആ വീണ മാങ്ങ അവൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു. അവനത് വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആരിഷ് മോന് മുട്ടായും കൊടുത്ത് അങ്ങനെ അവർ യാത്ര പറഞ്ഞ് തിരിച്ചു പോയ ഒരു 6:15 കുറച്ച് സമയം വരെ അവർ കാണിച്ചു അനീനെയും ആവണീനെയും. പക്ഷേ അവർക്ക് വരാൻ സമയം കിട്ടി. കാരണം അവരെ ഡ്രോയിങ് ഇതിന് വേണ്ടി പോയതല്ല. അപ്പോൾ ആ സമയം കഴിയാത്തതുകൊണ്ട് എത്തിയിട്ടില്ലായിരുന്നേ. അപ്പോൾ പിന്നെ അവർ കോഴിക്കോടേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് പോയി. അങ്ങനെ കുറേ നേരം ഞങ്ങൾ കോലായിൽ ഇരുന്നപ്പോൾ ഇളയമ സങ്കടത്തിലിങ്ങനെ ഇരിക്കുക. ഇവർ പോയ സങ്കടത്തിലിങ്ങനെ ഇരിക്കുമ്പോൾ ഇളയമ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ നോക്കിയതാണ്. അപ്പോൾ ഇളയമ മുങ്ങിക്കഴിഞ്ഞു. ഉണ്ണിയെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെടികൾക്കെല്ലാം കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തു. ഏകദേശം ആ വിളക്കിൻ്റെ സമയമാവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇളയമ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മുഖം കാണിക്കേണ്ട കൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അങ്ങനെ പിന്നെ കുറേ നേരം ഞാൻ ഇളയമയും കൂടെ കുറേ വർത്തമാനമെല്ലാം പറഞ്ഞു തന്നു. അമ്മ കുളിക്കാനെല്ലാം പോയിട്ടോ. രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നുകൂടെ മേല് കയ്യട്ടെ എന്ന് പറഞ്ഞു അമ്മ പോയി വിളക്കേണ്ട സമയമായപ്പോൾ പിന്നെ ഞങ്ങൾക്കും കുറേ ആവണി അമൃതയൊന്നും വരാത്തതുകൊണ്ട് കുറേ ഇങ്ങനെ സങ്കടത്തിലിങ്ങനെ ഇരിക്കുകയാണ്. അന്ന് ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. അവരും പോയി. ഞാനും ഇങ്ങനെ കുറേ നേരം ഇരുന്ന് ഇളയമനോട് എന്തൊക്കെയോ പറഞ്ഞ് അവിടെ അങ്ങനെ ഇരുന്നു. അമ്മമ്മയും ഇതൊന്നും അറിയാതെ അമ്മമ്മയും നോക്കിയിരിക്കുക എന്താ പറയുന്നത്. അങ്ങനെ കുറേ നേരം കോലായിലൊക്കെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അകത്തോട്ട് പോയി. ഒരു 7 മണി 7:10 ആയപ്പോൾ ആവണിയും അമൃതയൊക്കെ ആവണിയും അനിയൊക്കെ വന്നു കേട്ടോ. പിന്നെ അവർ മേലെല്ലാം കഴുകി വന്നു. അവർക്ക് ഭക്ഷണം കൊടുത്തു. പിന്നെ കുറേ പൊതിയാനുണ്ടായിരുന്നേ, ബുക്ക് പൊതിയാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് ഞാൻ വിചാരിച്ചു ബുക്ക് പൊതിയാവുന്ന. അപ്പോൾ ഇവരും സഹായിച്ചാൽ വേഗം തീരുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് വേഗമൊക്കെ അപ്പം ഞങ്ങൾ അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. ബൈ.